അങ്ങനെ ഗായ്സ് അങ്ങനെ കുറേ ആളുകളുടെ ഒരു ആഗ്രഹമാണ്. അതായത് കുറേ ആളുകൾ ചോദിച്ചു, നിങ്ങൾ എന്താണ് വീടിൻ്റെ ഹോം ടൂർ ചെയ്യാത്തത്. ഒന്നാമത് സത്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഹോം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സമയം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം പെട്ടെന്നായി കുടിരിക്കലും എല്ലാതും പാടൊപ്പാട് വന്നുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഹോം ടൂർ വീഡിയോ എടുക്കാനും സമയം കിട്ടിയില്ല. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇനി നമ്മൾ കുടിരിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാട്ടെ നമ്മളിതിൻ്റെ ഹോം ടൂർ എടുക്കുന്നത്. അപ്പം ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതാദ്യം നമ്മൾ ആ പണ്ടത്തെ റോഡ് JCB ഒക്കെ ഇട്ട് നന്നാക്കിയ റോഡ് കേട്ടോ. ഞാൻ അവിടെ നിന്നുള്ളൊരു വ്യൂ കൂടി കാണിച്ചു തരാം. നിങ്ങളെ പറയുമ്പോൾ ഗേറ്റ് തുറക്കണം കേട്ടോ. ഇതാണ് നമ്മൾ പുറത്തുനിന്നുള്ളൊരു വ്യൂ. അതായത് റോഡ് സൈഡിൽ നിന്ന് മെയിൻ റോഡ് ഇതിൽ കൂടെ ആട്ടോ പോണത്. ഇതാ മെയിൻ റോഡിൽ നിന്നുള്ളൊരു വ്യൂ. ഇങ്ങനെ ഇങ്ങനെയാണ് കുറച്ചുകൂടി അവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഇതായിട്ട് കിട്ടും കേട്ടോ, വൈഡായിട്ട്. അപ്പോൾ ഇതാക്കണം ഇവിടെ കുഞ്ഞോള് ഏത് നിമിഷം ഗേറ്റ് തുറക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കുഞ്ഞോളെ ഞാൻ തുറന്നോ. അങ്ങനെ ഗായ്സ് നമ്മൾ അൻഷിഫ് മൻസിലിൻ്റെ ഹോം ടൂറിലേക്ക് കിടക്കുകയാണ്. പറ്റൂലേ? എന്തേ എന്താ ചെയ്യാത്തെന്ന് ചോദിച്ചാണ്ട്. അപ്പൊ അൻഷിഫ് മൻസിലാണ് ഇപ്പൊ നമ്മളിതിന് കരുതിയിട്ടുള്ള പേര്. കാരണം ഞാനാണല്ലോ എല്ലായിടത്തും മെയിന്. ഇവിടെ ആയിട്ട് ഒഴിവാക്കണ്ടല്ലോ എഴുതിയിട്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് തുടങ്ങാം കേട്ടോ. ഈ മതിൽ വന്ന് ഇത് നമ്മളെ മറ്റേ കല്ലുകൊണ്ട് ഉണ്ടാക്കിയ മതിൽ. അതിനുശേഷം ഇവിടെ സാഫിൻ്റെ ടീം വെച്ചൊരു ഗ്രില്ലുണ്ട്, മഡ് ബ്രിക്ക് മണ്ണോണ്ട് ഉണ്ടാക്കിയ കല്ലുകൊണ്ട് കെട്ടിയ മതിൽ. പിന്നെ ഇവിടെ ഇങ്ങനെ ഗ്രില്ല് വെച്ചിട്ട് ഇങ്ങനെ നീട്ടി കൊടുത്തിട്ടുണ്ട്. ഇത് പുറത്ത് ഇങ്ങനെ നമ്മളൊരു സ്റ്റോൺ വെച്ചിട്ട് ആ റൗണ്ട് കട്ടിങ്ങിൽ നമ്മളെ കണ്ടില്ല, ഇവിടെ ഇഷ്ടികൻ്റെ പോലുള്ളൊരു സ്റ്റോൺ വെച്ചിട്ട് അതിന് സ്റ്റോൺ ക്ലിയറൊക്കെ അടിച്ചിട്ട് നല്ല സെറ്റാക്കിയിട്ടുണ്ട്, നാച്ചുറൽ വ്യൂ കിട്ടുന്ന രീതിയിൽ. പിന്നെ അതേപോലെ ഇവിടെയൊക്കെ നമ്മൾ മറ്റേ ചെടി നട്ടിട്ടുണ്ട്. കാരണം ഈ ഗ്രില്ലിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഈ ചെടി ഇങ്ങനെ പുറത്തേക്ക് ആ ഒരു വൈബ് കിട്ടണമെങ്കിൽ പുറത്തുനിന്ന് പോയി കാണണം. അതിന് ഇവക്കൊക്കെ കാണാം കുറച്ച്, കാരണം നമ്മൾ പുറത്താക്കൂലേ, അപ്പം അവിടുന്ന് കാണാം കേട്ടോ. അപ്പം ഞാൻ തുടങ്ങിയല്ലേ. അപ്പം ഗൈസ് മുറ്റം നിറയെ നമ്മൾ എന്താണ് നിറച്ചിട്ടുള്ളത് കുഞ്ഞോളെ? ആർട്ടിഫിഷ്യൽ ഗ്രാസ് അവിടെ നിറയെ സൈഡിൽ കൂടെ അല്ലേ ഉള്ളത്. പിന്നീട് കരുതിയാണ് വിളിച്ചറിയാല. അപ്പം നമ്മൾ ഇത് മുറ്റം നിറയെ നമ്മൾ വെച്ചിട്ടുള്ളത് സ്റ്റോണാണ്. അതായത് നാച്ചുറൽ സ്റ്റോണ്, ടാണ്ടൂർ സ്റ്റോൺ. അതായത് 3 ഐറ്റം സ്റ്റോണാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പൊതുവെ കളിക്കുന്നത്. ഒന്ന് ബാംഗ്ലൂർ സ്റ്റോണ്, ഒന്ന് ടാണ്ടൂർ സ്റ്റോണ്, പിന്നെ ഒന്ന് കടപ്പ, പിന്നെ ഇൻ്റർലോക്ക്. പിന്നെ വേറെയും കുറേ രാജ്യങ്ങൾ ഇതുണ്ട് കേട്ടോ. രാജ്യങ്ങളല്ല, വേറെയും കുറേ സ്റ്റേറ്റിൽ നിന്ന് വരുന്ന കല്ലുകളുണ്ട്. ഇത് ഓരോ സ്റ്റേറ്റിൽ നിന്ന് എടുക്കുന്ന കല്ലുകളാണ്. ഇപ്പോൾ ബാംഗ്ലൂരാണ് ഈ ബാംഗ്ലൂർ സ്റ്റോൺ പറഞ്ഞാൽ ബാംഗ്ലൂരാണ് അതിൻ്റെ ഫാക്ടറി. അതായത് കട്ടിങ് പലയിടത്തും നടക്കണ്ടെങ്കിലും അതൊന്നും കൂടി ഒരു മാർബിളിൻ്റെ ഒക്കെ ഒരു ഫിനിഷിങ് ആയിക്കാരം. ഇത് ഒരു പാറ കട്ട് ചെയ്തിട്ട് പാറ കൊണ്ട് ഫ്ലോർ ഉണ്ടാക്കിയ പോലെ. കടപ്പൊന്നും കൂടി കറുപ്പാവും. ഇതൊരു ഗ്രീൻ കളർ ടച്ചാണ് വരിക. അപ്പോൾ അതാണ് നമ്മളിത് മൊത്തം വിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഹജർ സ്റ്റോൺ ആണ്. അതായത് വണ്ടൂർ, കൊണ്ടോട്ടി, കോഴിക്കോടൊക്കെ ഓഫീസ് ഉണ്ട്. അപ്പോൾ ഞാൻ താഴെ വരുന്ന കോൺടാക്ട് നമ്പർ കൊടുക്കുക. നിങ്ങൾക്ക് കുറഞ്ഞ റേറ്റിൽ ഈ സംഭവം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ. ഇതൊക്കെ ഇപ്പോൾ ചളി പിടിച്ചിട്ടാട്ടോ. അതായത് നമ്മളെ ഫംഗ്ഷനും കഴിഞ്ഞിട്ട് ഇത് ക്ലീൻ ആക്കാനൊന്നും ഒരു സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ അതേപോലെ ഇവിടെ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഇത് നമ്മൾ ആ ഒഴിഞ്ഞ ഏരിയയാണ്. അതിലൊക്കെ ഇതാക്കണം. ഇവിടെ നമ്മൾ ചെടി വെച്ചിട്ട് പുഴക്കല്ല് ഇങ്ങനെ നിറച്ചിട്ടുണ്ട്, ചെടികൾ ഇങ്ങനെ വെച്ചിട്ട്. പിന്നെ നമ്മളെ വണ്ടി ഇവിടെ, പിന്നെ അന്ന് തഴുകി തലോടി വെച്ച പ്ലാവിൻ്റെ തൈ ആകെ ഉണങ്ങി വാടി അടുത്തുനിന്ന് ഇതാക്കണേ. ഏത് നിമിഷവും ഉണർത്ത് എഴുന്നേൽക്കണം എന്ന് കരുതി നിൽക്കുകയാണ് തോന്നുന്നുണ്ട്. ഒന്ന് നനച്ചു കൊടുക്കണം കേട്ടോ. അടിയിൽ നിന്ന് മറക്കരുത്. ഞാനത് മറന്നിക്കണ് തോന്നുന്നുണ്ട്. നനച്ചേ പിന്നെ അത് നമ്മളെ മതിൽ വെച്ചിട്ടുള്ള സിമെന്റിന്റെ മതിലാട്ടോ. അപ്പൊ സിമെന്റിന്റെ മതിൽ വെച്ചപ്പോൾ ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് ഇനിയില്ലേ. അതേപോലെ ഈ റിങ്ങൊക്കെ വെച്ച സമയത്ത് അപ്പോൾ നമ്മൾ അവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് തന്നെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ നിറച്ചിട്ട് പിന്നെ ഇവിടെ ഡ്രസ്സൊക്കെ തോരടാനുള്ള ഒരു സ്ഥലമാക്കിയിട്ട് മാറ്റിയിട്ടാണ്. പിന്നെ ഇവിടെ ഒരു ടാപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തിരുമ്പാങ്കല്ല് വെക്കണം. എങ്ങനെ ചോറൊക്കെ കാണാൻ കുട്ടികൾ ഇവിടെ വന്നിരിക്കണില്ലേ, ഒരു ബെഞ്ച് പോലെ ഒരു സംഭവം അല്ലേ. പിന്നെ നമ്മളെ കാറ് കഴുകിക്കണേ, ഒന്നും നോക്കിയില്ല, കായ് എടുത്തൊന്ന് കഴുകിച്ചു. പിന്നെ ഇവിടെ നമ്മളെ ഗ്യാസിൻ്റെ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്യാസുകളൊക്കെ വെക്കാം, ഗ്യാസുകളല്ല ഗ്യാസും കുറ്റി വെക്കാൻ വേണ്ടിയിട്ട് ഇതിനൊരു പൂട്ടൊക്കെ വെക്കണം. ഇപ്പോൾ കള്ളന്മാർക്ക് കൊണ്ടുപോകാൻ സുഖമാണ്.
ഇവിടെ കക്കാലൊരു കള്ളം ഇന്നിപ്പോ എന്ത് ഞങ്ങളിന്ന് പൂട്ട് വെക്കുന്നുണ്ട്. അന്ന് നമ്മളേ ഇത് കഴിഞ്ഞിട്ട് പൂട്ടിടും കേട്ടോ. പിന്നെ നമ്മളിവിടെ മെയിനായിട്ട് ഈ ഒരു വ്യൂ ആണ്. അതായത് 3 ഗ്ലാസ് നമ്മൾ തുറന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ 4ാമത്തെ അവിടെ ഒരു ഗ്ലാസ് തുറന്നു. അപ്പോൾ എന്താ വെച്ചാൽ വീടിൻ്റെ ഉള്ളിലേക്ക് എപ്പോഴും ഒരു എയർ സർക്കുലേഷനും അതേപോലെ ഒരു വെന്റിലേഷനും കിട്ടുന്നതാണ്. പിന്നെ എന്താ ഇങ്ങോട്ട് നോക്കിയാറ് ജന്തുവരെയാണ് അത് ഇങ്ങോട്ട് തന്നെ വരും. കറണ്ട് അടിച്ചുമ്പോൾ ഇങ്ങോട്ട് തന്നെ പോകുന്നുള്ളൂ. അപ്പോൾ പിന്നെ അതേപോലെ ഇതാക്കണം നമ്മുടെ ഷൂറാക്ക് വെച്ചിട്ടുണ്ട് ഇവിടെ. ഷൂറാക്ക് വെച്ചിട്ടുണ്ട്. ഈ റൗണ്ട് കട്ടിങ് എങ്ങനെയുണ്ട് നമുക്ക് റോട്ടിലുള്ള വ്യൂ. അവിടുന്ന് റോട്ടിൽ നിന്ന് ഒരാൾ വരുമ്പോൾ നമുക്ക് ഇതിൽ കൂടെ ഇങ്ങനെ കറക്റ്റ് ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിൽ കൂടെ ആൾ വരുന്ന പോലെ ഇങ്ങനെ തോന്നും അല്ലേ. പിന്നെ അതേപോലെ ഇവിടെ നമ്മൾ ഈ സാധനം ഒരു 30 രൂപേൻ്റെ ചെടിയാണ്. ഇവിടെ ഹൈറ്റ് പൊന്താൻ പാടില്ല എന്നുള്ളത് ഇതിൻ്റെ ആദ്യത്തെ ഒരു ഇത്. കാരണം നമ്മുടെ ഹൈറ്റ് പൊന്തിക്കഴിഞ്ഞാൽ ചെടി പൊന്തിക്കഴിഞ്ഞാൽ നമ്മൾ സിറ്റ് ഔട്ടിന് അതൊരു മറവായി നിൽക്കും. അപ്പോൾ ഹൈറ്റ് പൊന്താത്ത കുറച്ച് ചെടികൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് പിന്നെ അതിനിങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ പുഴക്കല്ലാണ് ആദ്യം വിചാരിച്ചിന്. പിന്നെ ഈ ഗ്രാസ് ഞാൻ കണ്ടപ്പോൾ പേൾ ഗ്രാസ് എന്ന് പറഞ്ഞിട്ടുള്ളത്, അതായത് നമ്മുടെ നാട്ടിൽ കൂടെ ഉള്ള പുല്ല് തന്നെയാണ്. അധികം ഹൈറ്റ് പൊന്തൂല, പൊന്താതെ ഇങ്ങനെ നാട്ടിൽ കൂടെ ഗ്രൗണ്ടിലൊക്കെ കിടക്കണമായിട്ട് ഇങ്ങനെ കിടക്കും. അപ്പോൾ ആ പേൾ ഗ്രാസ് കുറച്ച് വാങ്ങി നനച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഉണങ്ങിപ്പോകും. അപ്പോൾ എൻ്റെ അറിവ് കിട്ടിയിട്ട് വേണ്ടേ അല്ലേ. പിന്നെ അതേപോലെ പ്രത്യേകം പറയാനുള്ളത് എന്താ വെച്ചാൽ ഇവിടെ നമ്മളെ കിണറിൻ്റെ ഡിസൈൻ നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ ആ വരച്ച ഡിസൈനൊക്കെ നിങ്ങൾ കണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ പുറത്തൊരു സ്റ്റോൺ ക്ലിയർ അടിച്ചിട്ട് ജസ്റ്റ് ഒരു കറുത്ത് പെയിൻറ്റിൽ കരിയോയിൽ ഇങ്ങനെ മറ്റേതിൽ കറുത്ത് പെയിൻറ്റിൽ നമ്മളിത് മുക്കിയിട്ട് വേസ്റ്റ് മുക്കിയിട്ട് ഇങ്ങനെ അതുകൊണ്ട് ഇങ്ങനെ കുത്തിയിട്ട് ഒരു നാച്ചുറൽ ടച്ച് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഇത് ശരിക്കും ഇത് റിങ്ങാണ്. ഉള്ളിലേക്ക് നോക്കിയാൽ ഇത് അറിയുള്ളൂ. റിങ് കൊണ്ട് ഉണ്ടാക്കിയ കിണറാണ്. പക്ഷേ പുറത്തേക്ക് നോക്കിയാൽ വേറെ ടച്ച് കിട്ടും. പിന്നെ നമ്മളെ റംബുട്ടാൻ്റെ തയ്യും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഭാഗം ഫുള്ള് മെറ്റൽ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫ്രീ ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഏത് അത് തൊട്ടി തൂക്കാനും എന്താ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് തൊട്ടി തൂക്കും ചെയ്യാം. ഇത് ആവശ്യമില്ലാത്തപ്പോൾ ഈ സാധനം ഇനിയിപ്പോൾ ഫ്രണ്ടിൽ കാണുന്ന ഒരു ബോറുണ്ടെങ്കിൽ ഇതെടുത്തിട്ട് ഇങ്ങനെ വെക്കുകയും ചെയ്യാം. ഇവിടെ ഞാൻ അത് ആ ഒരു സംഭവം ഉണ്ട് എന്ന് കരുതിങ്ങാണ്ട് എന്താക്കണ്ട ആ ബാക്ക് കൊണ്ടുവച്ചു. ഇപ്പം തന്നെ ഞാൻ വെള്ളം എപ്പോഴെങ്കിലും മുക്കേണ്ട ഒരു ആവശ്യം വരുമ്പോൾ മാത്രം വെള്ളം മുക്കേണ്ട സമയത്ത് കൊണ്ടുവന്ന് വെച്ചാൽ മതി. ഓക്കെ, ഇത് ആ പൈപ്പ് ഇതിക്കാണ്ട് ഇറക്കി വെക്കലാണ് ഗൈസ്. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ചൊറുക്കുണ്ടല്ലോ ഗൈസ്, കിണറിൻ്റെ ഒരു ഭംഗി പറഞ്ഞോളെ. അതേപോലെ ഇവിടെ നമ്മൾ ആ ഫ്രണ്ടിൽ ആ ചുമരുമ വെച്ച അതേ സംഭവമാണ് വെച്ചിട്ടുള്ളത് കേട്ടോ, ഈ ക്ലാഡിങ്. അപ്പോൾ ഇങ്ങനത്തെ ക്ലാഡിങ് നല്ല റേറ്റിൽ നമുക്ക് കിട്ടും. മഞ്ചേരി സ്റ്റോണക്സിൽ പോയാൽ മതി. അപ്പോൾ അവരെ കോൺടാക്റ്റ് നമ്പർ താഴെ കൊടുക്കുക. അപ്പോൾ അതിൽ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഒരു അത്യാവശ്യം നല്ല റേറ്റിലാണ് നിങ്ങൾക്ക് സംഭവങ്ങൾ, ഇങ്ങനത്തെ സ്റ്റോണുകളും അതേപോലെ ഇതിൻ്റെ എല്ലാ ക്ലാഡിങ്ങുകളും ചുമരുമ ഒട്ടിക്കണം. ഇതിൻ്റെ ഒരു ചൊറുക്കൊക്കെ നിങ്ങൾ ക്ലിയറാണ് വന്നപ്പോഴാണ് ഇതിൻ്റെ ഒരു ഫിനിഷിങ് മനസ്സിലായത് കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, സെറ്റാക്കിയിട്ടുണ്ട്. വാ, പിന്നെ മെയിനായിട്ട് പറയാം, നമ്മളെ സിറ്റ് ഔട്ടിൽ റിങ് ഇട്ട അന്ന് മുതലേ ആളുകൾ ചോദിച്ചിട്ടുണ്ടാണ്, അല്ലടാ എന്തിനാണ് ഈ കുഴി, എന്തിനാണ് കുഴിമന്തി വെക്കാനാണോ, കിണറാണോ, വേസ്റ്റ് ഇതാണോ? ഈ സംഭവം വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഒരു മരം നടണമെന്ന് പറഞ്ഞില്ലേ, ആ മരമാണ് ഈ കാണുന്നത്. 6 റിങ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കിയിട്ടുണ്ട്, ചെറിയ റിങ്. അതെന്താ വെച്ചാൽ ഇവിടെ സീനൊന്നുമില്ല റിങ്ങിൻ്റെ, പക്ഷെ ഇനി അഥവാ ഇനി വേരൊക്കെ ഒന്നായിട്ട് വലുതായി ഇതായിങ്ങാണ്ട് വീടുമ്മക്കൊരു തടസ്സം വരരുത് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ തറൻ്റെ അടിയിൽ കൊണ്ടുപോയിട്ട് റിങ് കൊണ്ടുപോയി ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ അത് എങ്ങനെ ഇത് വന്നാലും ഈ സംഭവം എന്ത് ചെയ്യും, അതിൽ ബ്ലോക്ക് ആയിക്കോളൂ. ഇതിൻ്റെ ചൊറുക്ക് എന്ന് പറഞ്ഞാൽ രാത്രി നല്ല വൈബ് കേട്ടോ. ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം നല്ല പിന്നെ അതേപോലെ സിറ്റ് ഔട്ട് നമ്മളിങ്ങനെ പ്ലെയിൻ ആയിട്ട് നീണ്ടൊരു പാലം പോലെയാണ് ഇതാക്കിയിട്ടുള്ളത്. പാൻ ഏരിയകൾ കൂടുതലാണ് കേട്ടോ. അതായത് ഫില്ലർ ഇല്ലാതെ നമ്മൾ കൂടുതൽ ഏരിയ ബീമുമ്മലാണ് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ നമ്മൾ എഞ്ചിനീയർ ഉഷാറാക്കി ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനുള്ള ക്യാപ്പബിലിറ്റി ആണല്ലോ. ഫില്ലർ ഇല്ലാതെ ചെയ്യുമ്പോൾ ശരിക്കും ഡേഞ്ചറാണ്. പക്ഷെ അതിനനുസരിച്ചുള്ള കമ്പി മെറ്റലും ഇതൊക്കെ സംഭവം സെറ്റായി കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ അതേപോലെ ഇതാക്കണം, അതിന് പറ്റിയ 2 ചെയറുകൾ, അതായത് ഇതിൻ്റെ ഈ ഒരു ഹോളും ഇതിൻ്റെ ഈ ഒരു ഇലയുടെ തിക്നെസ് ഏകദേശം ഒരേ ലെവലിൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ വെച്ചാൽ ഇത് കാണുമ്പോൾ ഒരു കോംബോ തോന്നും. ശരിക്കും ഞാൻ എങ്ങനെ ഇത് കുഞ്ഞുങ്ങളോട് എപ്പോഴും ഞാൻ പറയേണ്ടത്, ഇടുമ്പോൾ ഇങ്ങനെ ഇടണമെന്ന് പറയുന്നുണ്ട്. അവിടെ ഒരു ചെയറും അവിടെ അത്ര ദൂരം കൊണ്ടുപോകണ്ട. ഇപ്പോൾ 2 എണ്ണല്ലേ ഉള്ളൂ. ഇവിടെ ഒരു ചെയർ ഇട്ടാൽ
ഇങ്ങനെ അതായത് നമ്മളൊരു ലിവിങ്ങിലൊക്കെ ഇരിക്കണ പോലെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയാറുണ്ട്. പക്ഷെ നമുക്ക് ഈ തുടക്കുമ്പോൾ അടിച്ചു വരുമ്പോഴൊന്നും നമുക്ക് അങ്ങനെ ആ ഒരു കണ്ടിന്യൂറ്റി ചെയ്യാൻ പറ്റലില്ല അല്ലേ. ബുദ്ധിമുട്ടേക്കാരം. പിന്നെ ഇവിടെ ഒരു ഇതേപോലെ ഗ്രാസിൻ്റെ ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ ഒരു ചവിട്ടി ഇട്ടിട്ടുണ്ട് അല്ലേ. അപ്പം ഇനി ഉള്ളിലേക്ക് പോലെ ഞങ്ങളെ ഒന്ന് വാതിലുറക്ക് അടച്ചാണ്ട് തുറക്ക് ഉള്ളിൽ നല്ല തുറക്കണ്ട്. തുറക്ക് തുറക്ക് അയക്കണ്. ഓക്കെ എന്താ വർത്താനം? വെൽക്കം വെൽക്കം. ലൈറ്റ് ഒക്കെ ഇട്. അപ്പൊ ഗായ്സ് അങ്ങനെ നമ്മള് അൻഷിഫ് മൻസിലിന്റെ വീടിന്റെ ഉള്ളിലേക്ക് കടന്നിരിക്കുകയാണ്. എയർ വെന്റിലേഷൻ അതാണ് മെയിൻ. വെന്റിലേഷൻ എയർ സർക്കുലേഷൻ ആണ് പറയാം. മസ്റ്റ് എന്നൊക്കെ പറയുന്നത് കേട്ടാൽ. അപ്പോൾ വെന്റിലേഷനാണ് മെയിനായിട്ട് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത്. അതായത് വീട്ടിൽ കുറേ വെന്റിലേഷൻ ഏരിയകളുണ്ട്. അതുകൊണ്ട് എന്താ വെച്ചാൽ പകലിനെ വെളിച്ചം ഇല്ലാതെ ലൈറ്റ് ഇടാതെ തന്നെ പകല് നല്ല വെളിച്ചം ഉണ്ടാവും. നമുക്ക് ലൈറ്റിൻ്റെ ഒരു ആവശ്യമില്ല. രാത്രി ബാത്റൂമിലൊക്കെ ലൈറ്റ് രാത്രി പെരും വെളിച്ചേക്കാരം. കളിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്തിനാ ഈ പകലൊക്കെ ലൈറ്റ് ഇട്ടിക്കണത് അറിയണ്ട്. ഇപ്പൊ ലൈറ്റ് അല്ല ഓൾറെഡി നമ്മള് ബാത്റൂമില് ഒക്കെ ഭയങ്കര വെളിച്ചം. കാരണം എല്ലാ ഭാഗത്തെയും വെയില് ഫുള്ള് കവറാവും നമ്മള് വെളിച്ചം ഉണ്ടാവുമ്പോ. അപ്പൊ അതേപോലെ ഇതാകണേ ഈ വെന്റിലേഷൻ കണ്ടില്ല, ഇത് നല്ല ഡബിൾ ഹൈറ്റിൽ ഗ്ലാസ് ആണ് ഇട്ട് കേട്ടെ. നമ്മളെ പുറത്തുനിന്ന് കണ്ട ഗ്ലാസ് ആണിത്. പിന്നെ അതേപോലെ ഇവിടെ നമ്മളൊരു TV യൂണിറ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട്. അതിൽ ഇതേപോലെ കുറച്ച് ഫ്രെയിമും പിന്നെ ചെറിയൊരു TV. ഇത് നമ്മളെ തറവാട്ടിലുണ്ടായിരുന്ന TV ആണ്. അതവിടെ ഉപയോഗിക്കാതെ ഇട്ടുകൊണ്ട് എന്താ നമ്മളൊരു കുറിയിൽ കിട്ടിയോണ്ട് ഉമ്മാക്കൊന്നും പിന്നെ അങ്ങനെ TV ഒന്നും ഇടുന്ന ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെ ഇപ്പോൾ തൽക്കാലം നമുക്ക് വലിയൊരു TV വാങ്ങുന്നുണ്ട് ഇൻഷാ അല്ലാ. പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കുട്ടികളൊന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് ഒരു ടോം ആൻഡ് ജെറി ഒക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊണ്ടുവന്നതാണ്. പിന്നെ അത് പൊട്ടിക്കോ എന്നൊക്കെ അറിയണമല്ലോ. പിന്നെ ഇവിടെ അടിയിൽ അതിനുള്ള സൈഡ് ക്യാബിനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഗൈസ് ഹോം ടൂർ എടുക്കണതിൻ്റെ അടിയിൽ നമ്മളെ ഇബ്രാഹിം സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. മണ്ടിക്കോ അതൊന്നും കുഴപ്പമില്ലടി കുഞ്ഞോളെ, നമ്മളമ്മല്ലേ പുതിയാപ്പിളയും മുതിർന്നല്ലേ. അതിൻ്റെ അടിയിലാട്ടോ ഗൈസ് ഇബ്രാഹിം സ്കൂൾ വിട്ട് വന്നത്. ഇബ്രാഹിം സ്കൂൾ വിട്ടോ? എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? ഉറങ്ങാനും ചോദിക്കണ സ്കൂൾക്ക് എന്താണെന്ന് പഠിപ്പിച്ചേ? എഴുതാനോ? ഇനി ഇവിടുന്ന് ഒച്ചമളി ഉണ്ടാക്കരുത് കേട്ടോ. ഞങ്ങൾ ഹോം ടൂർ എടുക്കാം കേട്ടോ. ഇനി കുഞ്ഞോളെ എന്താ അപ്പം നമ്മളെ വീട്ടിൽ ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ എന്താ വെച്ചാൽ, ഒന്ന് കിച്ചണല്ല TV യൂണിറ്റ് ഇപ്പോൾ പരിചയപ്പെടുത്തി. നമ്മൾ TV യൂണിറ്റ് പരിചയപ്പെടുത്തിയതിന് ശേഷം അതാകട്ടെ നമ്മൾ കർട്ടൻ ചെയ്ത് അതിൻ്റെ അടിയിൽ അത് നിങ്ങൾ വല്ലാതെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. കർട്ടൻ ഒരു വീടിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഒന്ന് കർട്ടൻ നല്ലത് ചെയ്യുക. സോഫ പിന്നെ ബെഡ്ഷീറ്റ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ നല്ല ഉഷാറായിട്ട് ചെയ്യുക. പിന്നെ കുറച്ച് ഫ്രെയിമും കാര്യങ്ങളൊക്കെ വാൾപേപ്പറും ഇതൊക്കെ വരുമ്പോൾ തന്നെ സംഗതി വേറെ ലെവലാവും. പിന്നെ നമ്മളെ ഫ്ലോറിങ് ഇവിടെ ഫ്ലോറിങ് ഇത് മൊറോക്കൻ ഡിസൈനിലാണ് നമ്മൾ ഈ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ലിവിങ് ഒന്ന് സെപ്പറേഷൻ ചെയ്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാക്കുന്നത് ഇവിടെ ഫ്ലോറിങ് നമ്മളൊരു ഡയമെൻഷനിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ഫ്ലോറിങ് ഇതാകുമ്പോൾ എന്താ വെച്ചാൽ എത്ര റഫ് പരിക്കും വന്നാലും നമുക്ക് സ്ക്രാച്ച് കാര്യങ്ങളൊന്നും വീഴൂല. പിന്നെ ഈ സോഫ എന്ന് പറഞ്ഞാൽ ഖത്തർ ടൈപ്പ് സോഫയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കളറിനായിട്ട് മാച്ച് ആവുന്ന രീതിയിലുള്ള സംഭവം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും എത്രയാണെന്ന് അറിയാനൊക്കെ നമ്മൾ താഴെ നമ്പർ കൊടുക്കുക. ഇതേപോലുള്ള സോഫകളൊക്കെ നല്ല കസ്റ്റമൈസ് ചെയ്ത് നല്ല ഡിസൈൻ ചെയ്ത് നിങ്ങളെ വീടിൻ്റെ കളറിനൊക്കെ അനുസരിച്ച് നല്ല നോർമൽ റേറ്റ് അല്ല, അതായത് പലയിടത്തും ഓഫർ എന്ന് പറഞ്ഞു വരുന്ന സാധനം അതിൻ്റെ ഓഫറിൻ്റെ പകുതി പൈസക്ക് നിങ്ങൾക്ക് സാധനം എത്തിച്ചേരുന്ന ടീമാണ്. ഹോൾസെയിൽ സംഭവം ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഓരോ നമ്പർ ഞാൻ ഇതിൻ്റെ താഴെ കൊടുക്കാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി. സോഫ അതേപോലെ കർട്ടൺ എടുത്ത് പറയേണ്ട ഒരു സാധനമാണ്. നമ്മൾ പറഞ്ഞ അതേ കളറിൽ ഒരു സാധനം എത്തിച്ചു തന്നു. അതുമാതിരി ചെറിയ സ്റ്റാൻഡേർഡ് ഡിസൈൻ ചെയ്തിട്ട് നമുക്ക് ആ സംഭവം കസ്റ്റമൈസ് ചെയ്ത് എല്ലാതും, അതായത് ഈ തുണി വരെ ഒരു ഡിസൈനിൽ കസ്റ്റമൈസ് ചെയ്യാണ്.
ഇന്റീരിയറിന് പറ്റിയ അതെ ആ ഒരു കളറിൽ തന്നെ ഇവര് എത്തിച്ചു തന്നു. അപ്പൊ ഇവരെ നമ്പർ ഞാൻ എന്ത് ചെയ്യാ ഇതിന്റെ താഴെ കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ അതേപോലെ ഒരു എടുത്ത് പറയേണ്ട ഒരു സാധനമാണ് നമ്മളിവിടെ കോട്ടിയാട് പറഞ്ഞൊരു ഡ്രൈ കോട്ടിയാടാണ്. അതായത് വെള്ളം മുകളിൽ നിന്ന് വരുന്നതെന്നാണ് ശരിക്കും നമ്മൾ കോട്ടയാടിൻ്റെ ഒരു ഇത്. അപ്പോൾ ഇതിന് ഇനി ഒരു ക്ലിയറും കാര്യങ്ങളൊക്കെ അടിക്കാനുണ്ട്. നമ്മളത് ചെയ്തിട്ടില്ല. ഇപ്പോൾ നാച്ചുറലായിട്ട് തന്നെ ഇട്ടിട്ടുള്ളത്. ഇനി ഒന്നൊരു സ്റ്റോൺ ക്ലിയർ അടിച്ചിട്ട് ഒന്നുകൂടി ഗ്ലേസിങ് ആക്കാനുണ്ട്. പിന്നെ അതിൽ നമ്മൾ വലിയ 2 ഇൻഡോർ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഇൻഡോർ ആണെന്ന് വെച്ചാൽ അവിടെ വെയിലുള്ളതുകൊണ്ട് ഇതിന് പിന്നെ വല്ല പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇത് കറക്റ്റ് മണ്ണിലാണ് നിൽക്കുന്നത്, ചട്ടിയിലല്ല കേട്ടോ. ഇവിടെ നമ്മൾ ഈ ഏരിയ നമ്മൾ കുഴിച്ചിടാൻ വേണ്ടിയിട്ട് മണ്ണ് അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേപോലെ ഇവിടെ ഗ്രാസ്, നാച്ചുറൽ ഗ്രാസ്, പേൾ ഗ്രാസ് തന്നെ വെച്ചിട്ടുണ്ട്. അതും തന്നെ ഇവിടെ നമുക്ക് ഇവിടെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അതിൽ ചെന്നിട്ട് അത് വീണ് അത് നനഞ്ഞിട്ട് അങ്ങനെ സംഭവം സെറ്റ് ആയിക്കോളും. പിന്നെ ഇവിടേക്ക് ഈ ഒരു ഏരിയനെ വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സോഫ അങ്ങോട്ട് തിരിച്ചിട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഏരിയക്ക് ചെടിമക്കൊന്നും വലിയ പരിക്ക് കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ ഇവിടെ മൊബൈൽ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മൊബൈൽ കാര്യങ്ങളൊക്കെ കുത്തിവെക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ഫ്രെയിമുകൾ കാര്യങ്ങളൊക്കെ ഇവിടെയും വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഊഞ്ഞാൽ തൂക്കിയിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇവിടെ ഈ സൈഡിൽ നമ്മൾ വാൾപേപ്പർ, അതായത് ഈ വീടിൻ്റെ ഡിസൈനിൽ ഏറ്റവും ഉതകുന്ന രീതിയിൽ വാൾപേപ്പർ ഒട്ടിച്ച് തന്നത് നമ്മുടെ മാസി വാൾപേപ്പറാണ്, ലക്ഷറി വാൾപേപ്പർ. അപ്പോൾ അവരുടെ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കോൺടാക്റ്റിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റേറ്റിൽ തന്നെ ഒരു വാൾപേപ്പർ ചെയ്ത് തരുമല്ലോ. കാരണം കുറേ ആളുകൾക്ക് വീട് പണിയുള്ളവർക്കൊന്നും ഇവരെ നമ്പർ ആരെയാണ് ഇതിന് കോൺടാക്ട് ചെയ്യുക, എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. പിന്നെ നമുക്ക് മെയിനായിട്ട് പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ടീപ്പോയി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പിന്നെ ഓൺലൈനിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്താണ്. ഇതേപോലെ ഒരു ചെറിയൊരു സാധനം കൂടി ഉണ്ട്. ഇതിൻ്റെ അതേ ഡിസൈൻ ആ ഉള്ളിലേക്ക് കയറ്റിയാണ്ട് വെക്കുക. പക്ഷെ അത് സ്റ്റൂളാണെന്ന് കരുതിയിട്ട് നമ്മൾ അമ്മ ഇരുന്നാണ്ട് ആ പരിപാടിൻ്റെ അടിയിൽ അമ്മോനെ ഇരുന്നപ്പോൾ പൊട്ടി. സ്റ്റൂളാണെന്ന് വിചാരിക്കും, അങ്ങനെ ഇരുന്നിട്ട് അത് പൊട്ടി. പിന്നെ ഇത് നമ്മളെ ഈ വീടിൻ്റെ മൊത്തം ഇത് ഉള്ളിൽ തേപ്പല്ല കേട്ടോ, ജിപ്സാണ് ചെയ്തിട്ടുള്ളത്, ജിപ്സം പ്ലാസ്റ്ററിങ്. അപ്പോൾ ഇതാകണം ഈ ഒരു കമ്പനി ബിൽഡക്സ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ് നമ്മളെ ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു കുടിക്കലിന് അന്നൊരു ഗിഫ്റ്റാണ്. നമ്മളെ വീടിൻ്റെ 3D ഫസ്റ്റ് ടൈം ഇതായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഒരു ഐഡിയക്ക് കളറും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയതാണ്. അപ്പോൾ ബിൽഡക്സ് ഞാൻ ആ സംഭവം തരാം. അപ്പോൾ എന്താ വെച്ചാൽ ഈ ഒരു മിനുസം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ തേച്ച് ഒച്ചടാക്കരുത് കേട്ടോ, നമ്മൾ തേച്ച് പുട്ടിയൊക്കെ ഇട്ടുകൊണ്ട് കുറേ പണിയെടുക്കണം. പിന്നെ അതേപോലെ ബെഡ്റൂമിലേക്ക് കിടക്കുകയാണ് നമ്മൾ. അപ്പം ഇനി ബെഡ്റൂമിലേക്ക് പറയാനുള്ളൊരു സംഭവം എന്ന് ചോദിച്ചാൽ മാസി വാൾപേപ്പറിൻ്റെ വേറൊരു ഡിസൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 2 ഫ്രെയിമൊക്കെ തൂക്കി AC ഒക്കെ വെച്ച് പിന്നെ നമ്മൾ അൽഫാൻ കർട്ടൻ്റെ കർട്ടണും ആയപ്പോൾ സംഗതി വേറെ ലെവലായി. പിന്നെ എടുത്ത് പറയേണ്ട ഒരു സാധനമാണ് ഇവിടെ കൊടുത്ത ലൈറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ മുകളിലുള്ള റൗണ്ട് നോക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഒരു ഗ്ലാസ് വരാനുള്ളതാണ്. അപ്പോൾ അവിടെ പൊട്ടിയപ്പോൾ ഞാൻ ഒട്ടിച്ചപ്പോൾ ഗ്ലാസ് പൊട്ടി. അപ്പോൾ ഞാൻ എൻ്റെ കള്ളിത്തുണി അവിടെ തിരികെ വെച്ചതാണ്, AC ഇടുമ്പോൾ കാറ്റ് പോകാതിരിക്കാൻ, തണുപ്പ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ലൈറ്റ് പ്രത്യേകം എടുത്ത് പറയേണ്ട സംഭവമാണ്. അതായത് നമ്മളെ ഡിസൈൻ അനുസരിച്ച് ലൈറ്റ് തന്നത് നമ്മൾ ഹോൾസെയിൽ റേറ്റിൽ VK ലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള മഞ്ചേരിയുള്ള VK ലൈറ്റ്സ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഓരോ കോൺടാക്ട് നമ്പർ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് റേറ്റ് കുറച്ചിട്ടൊരു തരും. പിന്നെ അതേപോലെ സോഫയിൽ നമ്മൾ ആ ഖത്തർ സോഫ എടുത്തതിൽ നമുക്ക് അവിടെ 3 സിറ്റിങ്ങും പിന്നെ 2 സിറ്റിങ്ങുകളും ഉണ്ടായിരുന്നു. അപ്പോൾ 2 സിംഗിൾ സിറ്റിംഗ് ആയതുകൊണ്ട് ഒരു സിംഗിൾ ഞങ്ങൾ ബെഡ്റൂമിൽ ഇവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. കാരണം അവിടെ നമുക്ക് ലിവിങ്ങിൽ ആ ഒരു സ്പേസ് അതിനെ പറ്റുള്ളൂ. അപ്പോൾ അതിന് പിന്നെ ഒരു ഇത് ഇങ്ങോട്ട് പുറത്തേക്ക് ഇങ്ങോട്ട് റൂമിൽ കൊണ്ടുവന്ന് വെച്ചാണ്. പിന്നെ ഇവിടെ വാൾഡ്രോബ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വാൾഡ്രോബ് സെറ്റ് ചെയ്തത് കുറേ ആളുകൾ ചോദിച്ചു നിങ്ങൾ വാൾഡ്രോബൊക്കെ ആരാ സെറ്റ് ചെയ്തത്. അതേപോലെ നമ്മളെ ഈ ബെഡ്റൂമിലത്തെ കട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് നോക്കണം. പിന്നെ അതിൻ്റെ ഇടയിൽ ഇവിടെ കുട്ടി കൊണ്ടുവന്നുകൊണ്ട് വെള്ളക്കുപ്പി മറിച്ചുകൊണ്ട് ഇവിടെ ആകെ വെള്ളം ചിന്തിയിട്ടോ. അപ്പോൾ ഉണങ്ങിയിട്ടില്ല. നമ്മൾ ഹോം ടൂർ എടുക്കുമ്പോൾ ആ ഒരു ബോറാണെന്ന് അറിയാം, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ അതേപോലെ ഈ കട്ടിൽ ചെയ്തിട്ടുള്ളത് ഫർണിയ ഇൻറ്റീരിയർ ആട്ടോ. അതായത് ഈ കട്ടിലും നമ്മളെ കിഡ്സ് റൂമത്തെ 3 കട്ടിൽ വരുന്നുണ്ടല്ലോ, അത് 2 ചെയ്തത് ഫർണിയ ഇൻറ്റീരിയറാണ്. അപ്പോൾ ഓരോ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുക. നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ വാൾഡ്രോബ് കട്ടിലുകളൊക്കെ ഉണ്ടാക്കണമെങ്കിലൊക്കെ കസ്റ്റമൈസ് ചെയ്ത് നിങ്ങളുടെ ഡിസൈനിക്ക് ഓലെന്നെ ഡിസൈൻ ചെയ്ത് നിങ്ങളുടെ റൂമിൻ്റെ അളവും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ ഓലെന്നെ ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ സെറ്റാക്കി തരും അല്ലേ. അപ്പോൾ ഇനിയുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതാകണേ. പിന്നെ അതേപോലെ നമ്മളെ ബെഡ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഐക്കെയറിൻ്റെ ബെഡാണ്. അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ തന്നെ ചെയ്യണം. അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഞാൻ ആ ബെഡ് കാണിക്കണം. അത് പ്രത്യേകം എടുത്ത് തന്നെ
10 മണി വരെ കടന്നു. കാരണം നമ്മൾ കിടന്ന ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേന് ഉറങ്ങിപ്പോകും. നമ്മൾ തന്നെ അറിയില്ല ഉറങ്ങിപ്പോണത്. അതേപോലെ ഐക്കെയറിന് ബെഡ് കിട്ടും, ഐക്കെയർ മാട്രസ്. പിന്നെ അതേപോലെ ബെഡ്ഷീറ്റും അതേപോലെ തന്നെ നമ്മൾ ഒരു വീട് ഒരുക്കുമ്പോൾ ഏറ്റവും നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വീട്ടിൽ ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റ്. അത് മാസ്റ്റർ ബെഡ്റൂമിലൊക്കെ പ്രത്യേകിച്ച്. അതായത് നല്ലൊരു ബെഡ്ഷീറ്റും നല്ലൊരു കർട്ടണും നല്ലൊരു സോഫയും ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ വീട് ഏകദേശം സെറ്റായി ഒരു റിച്ച് ഫീലിക്ക് വരും. നമ്മൾ എത്ര ചെറിയ വീടാണെങ്കിൽ പോലും അതിന് അതെ. ഞാൻ ഇപ്പൊ കുഞ്ഞോളോട് ഇന്നലെ കൂടി പറഞ്ഞിട്ടുള്ളൂ നമ്മളെ നമ്മളെ പഴയ വീട്ടില് പഴയ റൂമില് നിലത്താണ് ഞങ്ങള് കടന്നിട്ടുണ്ടായിരുന്നത്. കട്ടിലുമേ കടന്നിട്ടില്ല ഞങ്ങള്. ഇപ്പോഴാണ് ഒന്ന് കട്ടിൽമേലൊക്കെ കിടക്കൽ തുടങ്ങി അല്ലേ. അപ്പൊ ആ ഒരു ഇത് ബെഡ്ഷീറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഗ്രാൻഡ് ഹോമിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇവരെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുക. ബെഡ്ഷീറ്റിൻ്റെ കാര്യങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുക ഒരു വീട് ഒരുക്കുമ്പോൾ. അതിക്ക് കാരണം പില്ലോ കവറും എല്ലാതും ഒരേ കോംബോ ആയിട്ട് വരുമ്പോഴാണ് ഇതതിൻ്റെ പുതപ്പ് ഇങ്ങനെ ഇതായിട്ട് നിൽക്കുന്ന നമ്മൾ റിസോർട്ടിലൊക്കെ കാണുന്ന പോലെ തന്നെ ഉള്ളൊരു സംഭവമായിട്ട് തന്നെയാണ് ഇതിൻ്റെ ഇത് വെച്ചിട്ടുള്ളത്. പിന്നെ അതിക്ക് അതേപോലെയുള്ള ഡിസൈനിലുള്ള ബെഡ്ഷീറ്റും അതിക്കുള്ളൊരു തലേന്. പിന്നെ സെൻറ്ററിൽ ചെറിയൊരു കളർ കോൺട്രാസ്റ്റ് കളറിൽ ചെറിയൊരു പില്ലോ ഒരു എക്സ്ട്രാ ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് നമ്മളെ വീട്ടിലുള്ള എല്ലാ ബെഡ്ഷീറ്റും തലയണ കവറും അങ്ങനെയുള്ള എല്ലാം പർച്ചേസ് ചെയ്തിട്ട് ഗ്രാൻഡ് ഹോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് കേട്ടോ. അതെന്താ വെച്ചാൽ നമുക്ക് നമ്മളെ ഡിസൈൻ അവരുടെ അടുത്തുള്ള എല്ലാ ഡിസൈനും നമുക്ക് ഒരയച്ചു തരും. എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടത് നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അത്യാവശ്യം നല്ല റേറ്റിൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ, അതായത് ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടിൽ എത്രയോ കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് നല്ല മെറ്റീരിയൽ കിട്ടും. അത്യാവശ്യം നോക്കി ഇതിൻ്റെ ഫോം കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല റിച്ച് സാധനമാണ്. അതെ, യൂസ് ചെയ്തിട്ടും അതേപോലെ നമ്മളോട് ഓരോ ആളുകൾ ഇങ്ങനെ പറയുന്നതിന് എത്രയായി 12,000 8,000 നമുക്ക് ചോദിക്കും. അപ്പോൾ അത് ഞങ്ങളിത് എടുത്ത റേറ്റ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഞെട്ടും. അപ്പോൾ നിങ്ങൾക്ക് ആ സംഭവം വേണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. ബെഡ്ഷീറ്റ് ഇനിയിപ്പോൾ നിങ്ങൾ പുതിയ വീട് വെക്കണ്ട, നിങ്ങൾ പഴയ വീടും വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു ബെഡ്ഷീറ്റും പില്ലോക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ വീടിൻ്റെ സെറ്റപ്പാണ് മാറും. അതേപോലെ നമ്മൾ ഫ്ലോറിങ് നമ്മൾ ചെയ്തിട്ടുള്ള സിൽവാൻ എന്നാണ്, സിൽവാൻ മഞ്ചേരി. അപ്പം ഇങ്ങനത്തെ അതായത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ ഫ്ലോറിങ് ചെയ്യാൻ എന്ത് ചെയ്യുക, സിൽവാനിൽ ഒരുവിധം മോഡലുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഈ ഒരു കോഫി കളർ പെയിൻറ്റിനനുസരിച്ചുള്ളൊരു കോംബോ നിൽക്കുന്ന ഗ്രേ കളർ വേണമെന്ന് പറഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല അസർവാന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊഡക്റ്റിൽ ഓൺ പ്രൊഡക്റ്റാണ്. അപ്പോൾ നല്ല ഒരു റേറ്റിൽ നമുക്ക് തരാൻ പറ്റും. അപ്പോൾ അവരെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം. പിന്നെ അതേപോലെ നമ്മളെ ബാത്റൂമിന് നമ്മളൊരു പ്ലൈവുഡ് ഇതിൻ്റെ ഫാബ്രിക്കേഷൻ്റെ ഡോറിനെ വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ നമ്മൾ വലിയൊരു മിറർ സെറ്റ് ആക്കിയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നമുക്ക് ബേസിനും കാര്യങ്ങളൊക്കെ ഉള്ളതായതുകൊണ്ട് പല്ലൊക്കെ ഇതിനൊക്കെ വേണ്ടിയിട്ട് കേട്ടോ. അതിലൊക്കെ ഒരു തുടച്ചത് ക്ലിയർ ആയിട്ടില്ല, പേപ്പർ ഇട്ട് തുറക്കണം ഗ്ലാസ് എപ്പോഴും. പിന്നെ അതേപോലെ ഇവിടെ ക്ലോസറ്റ് നമ്മൾ വെച്ചിട്ടുള്ളത് ജോൺസൺ ആണ് കേട്ടോ, ജോൺസൻ്റെ ബ്രാൻഡാണ് വെച്ചിട്ടുള്ളത്. അതേപോലെ ബാത്റൂമിൻ്റെ ഒരുവിധ ഫിറ്റിങ്സൊക്കെ ജോൺസൺ തന്നെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ സംഭവം ഷവർ പോക്ക് കാര്യങ്ങൾ മാത്രമേ ജാഗുവർ വെച്ചിട്ടുള്ളൂ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് എക്സ്പെൻസ് വന്നിട്ടുണ്ട് ബാത്റൂമിൻ്റെ കാര്യങ്ങളൊക്കെ മൊത്തം ചെയ്തു വരുമ്പോൾ. പക്ഷേ നമുക്ക് ഈ ഒരു സംഭവങ്ങളൊക്കെ ബാത്റൂമിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തത് മഞ്ചേരി സമാസിൽ നിന്നാണ്. അപ്പോൾ സമാസിൽ നിന്ന് എടുക്കുമ്പോഴുള്ള മെച്ചം എന്താ വെച്ചാൽ നമുക്ക് ഹോൾസെയിൽ റേറ്റിന് ഒരു സാധനം കിട്ടും. അപ്പോൾ സമാസിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കാം ആവശ്യമുള്ളവർക്ക്. കാരണം നമ്മളെ ഹോം ടൂർ കാണുമ്പോൾ നിങ്ങൾക്ക് അതിന് കുറേ നമ്പറുകൾ കിട്ടും. ആ നമ്പറൊക്കെ നിങ്ങൾ വീട് പണി എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് നല്ല ഉപകാരപ്പെടുന്ന തരത്തിലായിരിക്കും കേട്ടോ അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മളൊരു റൗണ്ടിലുള്ളൊരു ടേബിൾ സെറ്റാക്കിയിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഇരിക്കാൻ ഇതിൻ്റെ മുകളിൽ നിന്ന് വരുമ്പോഴാണ് ഇതിൻ്റെ വ്യൂ കാര്യങ്ങളൊക്കെ അറിയുള്ളൂ കേട്ടോ. മുകൾ ഭാഗത്തു നിന്ന് ഇങ്ങനെ കാണിക്കുമ്പോഴാണ്, അതായത് നമ്മളെ സ്പേസ് ഇവിടെ സ്ക്വയർ ടേബിൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്പേസ് കൺജസ്റ്റഡ് ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റൗണ്ട് ടേബിളാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു മിറർ യൂണിറ്റ് സെറ്റാക്കിയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ. അത് നമ്മളൊരു ജോൺസൻ്റെ വാഷ് ബേസിനാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ നാനോ വൈറ്റിൻ്റെ ഇത് വെച്ചിട്ട് കൗണ്ടർ ടോപ്പ് ഇട്ടിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ക്യാബിനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മിററും ഒരു ഇതൊക്കെ വെച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ നമ്മൾ ഇൻവെർട്ടർ ബോക്സ് 2 ഡോർ വെച്ചിട്ട് ലോക്ക് ചെയ്യണം. അത് ഇനി ഒന്ന് പൂട്ടുവിടണം, കാരണം ജിബ്രാൻ ഇടയ്ക്കുമായിട്ട് അത് തുറക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ജസ്റ്റ് ഒരു അലമാര പോലെ വെച്ചിട്ട് 2 ഫ്ലവർ ഇതൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ നമ്മളെ കിഡ്സിൻ്റെ ബെഡ്റൂമാണിത്.
കിഡ്സിൻ്റെ ബെഡ്റൂം പറയാതിരിക്കാൻ വയ്യ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട റൂമാണ്. അതായത് നമ്മളൊക്കെ ചെറുപ്പത്തിൽ നമുക്ക് കുട്ടികളാകുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന ടൈപ്പുള്ളൊരു റൂമാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാക്കണം കുട്ടിക്ക് ഒരു കുട്ടിക്ക് ഇവിടെ, അതേപോലെ ഒരു കുട്ടിക്ക് ഇവിടെ. എനിക്ക് 3 ആൺകുട്ടികളാണ്, നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ പുതിയ ആൾക്കാരുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാട്ടോ. പിന്നെ അതിലിങ്ങനെ കയറിയിട്ട് മേലൊരു കുട്ടി. പിന്നെ ഇതൊക്കെ നമ്മൾ സ്റ്റെപ്പുകളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വലിപ്പുകളാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇവിടെ 2 വലിപ്പുണ്ട്. പിന്നെ കർട്ടണും വെച്ച് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ചെറിയ ലൈറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികളുടെ റൂമല്ല വാൾഡ്രോബ് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓരോ ആളുകൾക്കും ഓരോ കുട്ടികൾക്കും ഓരോ 3 സാധനങ്ങളും ഈ ഒരു അലമാരിയിലാണ് നമ്മള് വെച്ചിരിക്കുന്നത്. ഡ്രസ്സും ഇബ്രുവിന്റെ പുസ്തകം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ സെറ്റാണ് അല്ലേ. ഇവിടെ ഒരു മിറർ യൂണിറ്റും സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കിഡ്സ് ബെഡ്റൂമിൻ്റെ. അപ്പോൾ ഈ കിഡ്സിൻ്റെ ബെഡൊക്കെ സെറ്റാക്കിയത് നമ്മളെ ഫർണിയ ഇൻറ്റീരിയർ, അതായത് നമ്മൾ ആ 2 ഈ റൂമും നമ്മളെ മാസ്റ്റർ ബെഡ്റൂമും ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളത്. ഇൻറ്റീരിയർ പറഞ്ഞാൽ നമ്മൾ ഈ കട്ടിൽ അലമാരൊക്കെ ചെയ്തിട്ടുള്ളത് ഫർണിയ ഇൻറ്റീരിയറാണ്. അപ്പോൾ ഓരോ നമ്പർ ഞാൻ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മോഡൽ കട്ടിലുകളൊക്കെ വേണമെങ്കിൽ അതെ എല്ലാ മോഡലും പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ചെയ്തു തരും. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്താൽ മതി. അവരെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം. പിന്നെ ഉള്ളത് ഇപ്പോൾ ഇവിടെ ഉള്ളത് പിന്നെ നമ്മളെ ബാത്റൂമാണ്. ഹോളിലുള്ള ബാത്റൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പകല് വെളിച്ചം ഇടാതെ തന്നെ ലൈറ്റ് ഓഫ് ആയിക്കടി, ലൈറ്റ് ഇല്ലാതെ തന്നെ ഒക്കെ അത്യാവശ്യം നല്ല വെളിച്ചം. ഞാൻ വെളിച്ചേട്ടാ ഒരു ഹീറ്റർ വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇവിടെ അതേപോലെ തന്നെ അതേ ഡിസൈനിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇവിടെ മിറർ, വാഷ് ബേസിന് ഒക്കെ ജോൺസന്റെ ബ്രാൻഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ കുട്ടികൾക്ക് ഈ വാഷ് ബേസിലൊക്കെ പല്ലേക്കാനൊക്കെ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു സ്റ്റൂൾ വെച്ചിട്ടുണ്ട്. ആ ബക്കറ്റിൻ്റെ ഒക്കെ അതേ കളറിൽ തോന്നുന്ന രീതിയിൽ കേട്ടോ. അപ്പോൾ എടുത്ത് പറയാണ്ടൊരു സംഭവം എന്താ വെച്ചാൽ നമ്മൾ ഈ വ്ളോഗിങ്ങും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ അത്യാവശ്യം ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളൊരു സംഭവം ഞാൻ ആദ്യം പ്ലാൻ ചെയ്തായിരുന്നു. അപ്പോൾ അതിന് ഹുക്ക് ഇട്ടതൊക്കെ നിങ്ങൾ കണ്ടിട്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇതാകണ ഈ ഒരു ഓപ്പൺ ഏരിയ നമ്മൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഇവിടെ നെറ്റ് ഇട്ട് കുട്ടികളെ വീയൂലേ, അത്രക്ക് സേഫ്റ്റി ഉണ്ടോ? ഒരു 10-50 കുട്ടികളെ അതിന്റെ മേലേക്ക്, കുട്ടികൾ മൊത്തം അതിന്റെ മേലെ അത്യാവശ്യം ഒരു 10-20 കുട്ടികളൊക്കെ ഒരേ സമയം തന്നെ ഇതിന് മുകളിൽ കയറിയിട്ടുണ്ട്. ഒരു പ്രശ്നമില്ല. കാരണം നമ്മൾ അത്രയും സേഫ്റ്റിയിലാണത് കെട്ടി. പിന്നെ അതിൻ്റെ പുറത്ത് സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഒരിക്കലും ഈ ഒരു നെറ്റ് ഒന്നായിട്ട് മുറിഞ്ഞിട്ട് താഴേക്ക് വരിക എന്നുള്ളൊരു ഇത് വരില്ല. അതെ. പിന്നെ ഇതാക്കണ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു മൾട്ടിവുഡ് ബാക്കി വന്നപ്പോൾ നമ്മൾ അതിലൊരു ജാളി കട്ടിങ് ചെയ്തിട്ട് ഇനി ഇവിടെ ഒരു മാഷാള്ളൻ്റെ ഒരു സംഭവം ചേർത്ത് വെക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ച ഫ്രെയിമാണ് കേട്ടോ. പിന്നെ ഈ ലൈറ്റുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നമ്മളെ BK ലൈറ്റ്സ് നിന്ന് എടുത്ത ലൈറ്റ് ആട്ടോ. ലൈറ്റിങ് ഞാൻ പറഞ്ഞല്ലേ. പിന്നെ അതേപോലെ ഈ ഒരു ഡൈനിങ് ടേബിളിൻ്റെ ലുക്ക് നോക്കുകയാണ്. ഇങ്ങനെ കാണുമ്പോഴേ ഇതിൻ്റെ രസം അറിയാം. ഇവിടെയൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ പകലായതുകൊണ്ട് നമുക്ക് ലൈറ്റിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞ നെറ്റ് എന്ന് പറഞ്ഞു. നല്ല ഇറങ്ങി കാണിച്ചു കൊടുത്തോ, ഞാൻ വീഡിയോ എടുക്കല്ലേ. ആളുകൾക്കൊരു പേടിയാണ് ഇത് പൊളിഞ്ഞാടോ എന്നുള്ളത്. കുഞ്ഞോക്ക് പേടിയാണ്, ആളുകൾക്ക് മാത്രമല്ല കുഞ്ഞോക്കും പേടിയാണ് അല്ലേ. എന്തിനു പേടിക്കണേ? ഒരു പിടുത്തം വേണ്ട. അവിടെ പോയാണ്ട് ഇരുന്നാ മതി. അവിടെ പോയിരുന്നോ? എങ്ങനെ ഇജ്ജ് നേരെ പോയാണ്ട് ഇരുന്ന? അച്ഛൻ്റെ ചെറിയ കുട്ടിയല്ലേ. ഇവിടെ അത്രയും ആൾക്കാർ വന്നുകാണ്ട് ഇജ്ജൊരു വലിയ കൂടെ നടക്കുക പോയി. ഇജ്ജിപ്പോൾ എൻ്റെ കുട്ടികളെ ഇതിൽ കൂടെ പോകുമ്പോൾ ഇങ്ങനെ താഴത്ത് നോക്കി ചിരിച്ചലുണ്ടല്ലോ. അപ്പൊ ഗൈസ് ഇതാക്കണേ, ഇത് കാണിച്ചു കൊടുത്ത ഇതാണ് ഗ്യാസ്. ഇതിൽ നമുക്ക് എത്ര ആളെന്നുള്ളതല്ല, എനിക്കൊരു 2-3 വലിയവർക്കൊന്നും ഇരുന്നാലും ഒരു പ്രശ്നമല്ല. പിന്നെ കുട്ടികൾക്കൊക്കെ നമുക്ക് ഒരു 5-6 ആളെ കുട്ടികൾ ഇരുന്നാലും സീനുണ്ടല്ലോ, ഒരു പ്രശ്നവും വരില്ല. ഇതിലിരിക്കാനും നമുക്ക് താഴോട്ട് നോക്കി TV കാണാനും ഒക്കെ ഒരു വിശാലമായിട്ടുള്ളൊരു സ്പേസ് ആണ്.
കുഞ്ഞിന്റെ കാര്യം നോക്കണ്ട, എനിക്ക് പേടി. കുഞ്ഞോക്ക് പേടിയില്ല. ഇത് കെട്ടിയ എനിക്കിത് ഞാനും പിന്നെ എൻ്റെ ലാപ്പി പിന്നെ നമ്മളെ അളിയനുണ്ടല്ലോ കെട്ടി ബ്ലോക്ക് ഇടുമ്പോൾ മുത്തൊക്കെയാണ് കെട്ടിയത്. അപ്പോൾ ഓല് എന്തായാലും പോലെ കുട്ടികളൊക്കെ നിങ്ങൾ ധൈര്യമായിട്ട് വിടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിമെന്ന് എന്താ അറിയാ ഇതിൻ്റെ ഒരു ഇതറിയാൻ പറ്റും. സേഫ്റ്റി നിങ്ങൾക്ക് വിശ്വസിക്കാവുന്നതാണ്. പിന്നെ നമ്മളവിടെ ഓപ്പൺ എന്താ ഗ്ലാസ്സാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആ ഗ്ലാസ്സൊക്കെ നമുക്ക് തുറക്കാൻ പറ്റും കേട്ടോ. എങ്ങനെ ആ ആര് ആര് പിന്നെ നമ്മളൊരു മാസ്റ്റർ ബെഡ്റൂമിലെ നേരെ മുകൾക്കുള്ള ബെഡ്റൂമാണ് ഇട്ടത്. ഇത് നമ്മൾ ഫുള്ളൊരു വൈറ്റിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇവിടെ തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇത് രാത്രിയാണ് ഇതിൻ്റെയൊക്കെ രസം അല്ലേ. രാത്രി മൊത്തം ലൈറ്റും കാര്യം ഫാൻസി ലൈറ്റുകളൊന്നും ഇപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് കത്തുന്നില്ല. രാത്രി വരുമ്പോഴേ ഇതിൻ്റെ ഒരു മട്ടറുള്ളൂ. ഇത് ഈ ബെഡ്ഷീറ്റ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഗ്രാൻഡ് ഹോം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇത് കിട്ടും. ഞാൻ താഴെ കോൺടാക്ട് നമ്പർ കൊടുക്കുക. അത് മൊത്തം ഇപ്പം നമ്മളൊരു റൂമൊക്കെയുള്ളതെന്ന് പറഞ്ഞാൽ സെറ്റ് അടക്കാണ് തരിക. അതായത് അയക്കുള്ള തലയണ, അയക്കുള്ള പില്ലോ കവർ, അതേപോലെ അയക്കുള്ള പുതപ്പ്, ബെഡ്ഷീറ്റ്, ഈ സംഭവങ്ങൾ അതങ്ങനെ തരും. അത് നമ്മൾ പറയുന്ന റേറ്റിനനുസരിച്ചുള്ള സാധനങ്ങൾ അയച്ചു തരും. എന്നിട്ട് അത് നമുക്ക് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്തുകൊണ്ടു നിങ്ങൾക്ക് ബെഡ്റൂം സെറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ നമ്മളൊരു ബാത്റൂം സെറ്റാക്കിയിട്ടുണ്ട്. താഴത്ത് അതേപോലെ തന്നെയാണ് ഇവിടെ സെറ്റാക്കിയിട്ടുള്ളത്. വാഷ് ബേസ്, കണ്ണാടി ഒക്കെ വെച്ചിട്ട് ഉഷാറായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് പിന്നെ നമ്മൾ അന്ന് ആ പഴയ വീട്ടിലുണ്ടായിരുന്ന അലമാര പഴയത് ഉപയോഗശൂന്യമായിട്ട് കിടന്നപ്പോൾ പെയിൻ്റൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇവിടെ കിടക്കുന്ന ആളുകൾക്ക് ഇവിടെ ഗസ്റ്റുകൾ കിടക്കുകയാണെങ്കിൽ അവർക്ക് ആരാണോ കിടക്കുന്നത് ഓർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സാധനങ്ങൾ വെക്കാനൊക്കെ വേണ്ടിയിട്ട് ആ ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ട് അത് ഇട്ടു എന്നുള്ളൂ. പിന്നെ ഞങ്ങളെ മെയിനായിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് അത് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലേ, ഞങ്ങൾ പ്രത്യേക ഒരു വൈബുള്ളൊരു സ്ഥലമാണ്. അതായത് നമുക്ക് ഒരു വൈകുന്നേരങ്ങളിലൊക്കെ ഓരോ ചായയൊക്കെ കുടിച്ച് രാത്രിയൊക്കെ ഇങ്ങനെ നല്ല കാറ്റ്, അതായത് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും നിങ്ങൾക്ക് മൊബൈൽ നല്ല തണുപ്പാണ്. അതായത് ഈ ഒരു ഏരിയ നമ്മൾ ബിഗ് നല്ലൊരു വലിയ ഏരിയ. ആ താഴത്തെ സിറ്റ് ഔട്ട് വരുന്ന ആ പ്ലെയിൻ ഏരിയ ഉണ്ടത്. അതായത് ഇവിടുന്ന് അതുവരെ ഒരു ലോങ് ഏരിയ നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം. അതേപോലെ നമ്മൾ ആ ഗേറ്റിന് കൊടുത്തിരുന്ന അതേ ഡിസൈനിൽ തന്നെയാണ് ഇതിൻ്റെ ഇതും ഫ്രെയിമും കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അതിൽ നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതാക്കണം, ഒരു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറിയൊരു ടീ കോർണർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ടേബിളും ഒരു കോഫി ഷോപ്പിലൊക്കെ പോയ ഒരു ആംബിയൻസ് ചെയ്യാൻ ഞാൻ ചായ എടുത്തോടുന്ന കുടിച്ച ഇവിടുന്ന് നോക്കൂ ഗൈസ്. പിന്നെ ഇവിടെ നല്ല കാണാനുള്ള ഏരിയ വേറെ വൈബാണ് കേട്ടോ. അതായത് നേരെ അവിടെ നിന്ന് ഇങ്ങനെ കാറ്റ് വന്ന് അതിലെങ്ങനെ കാറ്റ് പോയി ഇതിൽ കൂടെ ഇങ്ങനെ വന്ന് നമുക്ക് നല്ല ഉഷാറായിട്ട് ഒരു വ്യൂ പോയിൻ്റ് തരുന്ന സ്ഥലമാണ് അല്ലേ. റോട്ടിക്കൊക്കെ നല്ലൊരു വ്യൂ കിട്ടുന്ന സ്ഥലമാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഗൈസ് കുഞ്ഞോളെ എന്ത് ഞങ്ങളെ വീട് അൻഷിഫ് കാക്കാൻ്റെ വീട് അങ്ങനെ പറയണം. അൻഷിഫ് മൻസിൽ ഇങ്ങനെയൊക്കെയാണ്. അപ്പം ഇനി മറ്റൊരു വ്ളോഗിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഇതന്നെ സമയം എത്രയാക്കണമെന്ന് അറിയില്ല. അത്യാവശ്യം നല്ല സമയമായിരിക്കും. അതെ, ഓപ്പൺ സ്പേസ് അവിടെ ഉണ്ട്. അവിടെ പിന്നെ ടൈലും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. അത് പിന്നെ അങ്ങനെ തന്നെയാണ് ഇട്ടേക്കാണ്.